ഗുഡ് മോർണിംഗ് എവരി വൺ. വെൽക്കം ടു മന്ന എഡ്യൂക്കേഷൻ ചാനൽ. ഞാൻ അന്ന. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് 10th ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. എല്ലാ ഇംഗ്ലീഷ് സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കൊറോണ കാലത്ത് ട്യൂഷന് പോകാതെയും പ്രോപ്പറായിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ കിട്ടാതെയും ഇരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ഇംഗ്ലീഷ് സബ്ജക്റ്റുകളും റെഗുലറായിട്ട് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, പിന്നെ ഹിന്ദിയും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതും ഞാൻ ചെയ്തു തരുന്നതാണ്. എൻ്റർടൈൻമെൻ്റ് എന്ന് ഉദ്ദേശിച്ചത് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഒരു വ്ളോഗ് ഇതിനകത്ത് തന്നെ വെറുതെ വീട്ടിലിരിക്കുമ്പം ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ ഞാൻ ഇതിനകത്ത് ചെയ്തു തരാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഔപചാരികതകളൊന്നുമില്ലാതെ എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാ മക്കളെയും അമ്മമാരെയും വീട്ടിലുള്ളവരെയും എല്ലാം സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ എ ലെറ്റർ ടു ഗോഡ്. ഏത് പുസ്തകത്തിലെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന 10th ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പ്രോസ് ബുക്സിനകത്തെ എ ലെറ്റർ ടു ഗോഡ് എന്ന ചാപ്റ്ററാണ് ഇന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നമുക്കപ്പം ചാപ്റ്ററിലേക്ക് പോകാം. പതുക്കെ നമ്മൾക്ക് എല്ലാവരെയും മീറ്റ് ചെയ്യുകയും പരിചയപ്പെടുകയും നമുക്ക് ചെയ്യാം. ചാറ്റ് ബോക്സിലൂടെയും ഒക്കെ നമുക്ക് സംസാരിക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എ ലെറ്റർ ടു ഗോഡ് റിട്ടൺ ബൈ GL ഫ്യൂൻഡിസ്. ഓക്കെ. അപ്പം GL ഫ്യൂൻഡിസ് എന്ന് പറയുന്ന ആൾ ഒരു മെക്സിക്കൻ റൈറ്ററാണ്. ഞാനിതൊന്ന് എടുത്തോട്ടെ. ഓക്കെ. GL ഫ്യൂൻഡിക്സ് എന്നതിൻ്റെ മുഴുവൻ പേരാണ് ഗ്രിഗോറിയോ ലോപ്പസ് ഫ്യൂൻഡിസ്. ഞാൻ ലളിതമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഇംഗ്ലീഷും ലളിതമായ മലയാള ഭാഷയിലൂടെ നന്നായിട്ട് ഞാൻ ഈ കഥ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരാം. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ നിങ്ങൾക്ക് 10th വരുന്ന ചോദിക്കുന്ന എല്ലാ ആൻസറുകൾക്കും ഒരു ആവറേജ് ഉത്തരം എഴുതി അതിന് മാർക്ക് മേടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തുടക്കം മുതലേ എന്താണ് പറയുന്നതെന്ന് വൃത്തിയായിട്ട് നല്ല ശ്രദ്ധയോടെ മക്കളെല്ലാവരും കേട്ടിരിക്കണം. ഓക്കെ. അപ്പോൾ എ ലെറ്റർ ടു ഗോഡ് ബൈ GL ഫ്യൂൻഡിസ്. GL ഫ്യൂൻഡിസ്, the real name is Gregorio Lopez Fuentes. He was a Mexican novelist, poet and chronicler of Mexican Revolution. Okay. ഇത്രയും പഠിച്ചാൽ മതി. അദ്ദേഹം ഒരു മെക്സിക്കൻ നോവലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വലിയ എഴുത്തുകാരനാണ്. നിങ്ങൾക്ക് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിൽ, നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്ന നോവലിസ്റ്റും റെവല്യൂഷണലിസ്റ്റും ക്രോണിക്കുലറും ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ എന്താണ്. ഈ ചാപ്റ്ററിൻ്റെ എക്സാമിനും ചിലപ്പം ചോദിക്കാം, വാട്ട് ഈസ് ദ ഓവർവ്യൂ ഓഫ് എ ലെറ്റർ ടു ഗോഡ് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന അത് നിങ്ങൾ എഴുതണം. ഓക്കെ. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ദ ഹൗസ് തൊട്ടാണ്. അപ്പം ഞാൻ ഇത് വായിക്കുന്നില്ല. പകരം ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഈ വരികളുടെ ഓവർവ്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളടക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദിസ് ചാപ്റ്റർ ഈസ് എബൌട്ട് എ ഫാർമർ ഫെയ്ത്ത് ഓൺ ഗോഡ്. ഓക്കെ. ലെഞ്ചോ ഈസ് എ ഹാർഡ് വർക്കിംഗ് ഫാർമർ. ഇതിനകത്ത് ഒരു ഫാർമറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ലെഞ്ചോ എന്ന് പറയുന്ന ആൾ ഒരു ഫാർമറാണ്. അദ്ദേഹത്തിന് ഈ ദൈവത്തിനെ ഭയങ്കര വിശ്വാസമാണ്. കൂടാതെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആളും ആണ്. ഓക്കെ. ഹെയിൽ സ്റ്റോൺസ് ഡിസ്ട്രോയ്സ് ഹിസ് ക്രോപ്സ്. ഹി ഫീൽസ് ദാറ്റ് ഓൺലി ഗോഡ് ക്യാൻ ഹെൽപ്പ് ഹിം. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഹെയിൽ സ്റ്റോൺ വീണ് നശിച്ചുപോയി. അപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നത്, എന്നെ സഹായിക്കാൻ, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ ദൈവം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, അധികം നെയ്ബറുകളിലുള്ള സ്ഥലത്തല്ല അദ്ദേഹം താമസിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഹി റൈറ്റ് എ ലെറ്റർ ടു ഗോഡ് റിക്വസ്റ്റിംഗ് ടു സെൻഡ് ഹിം 100 pesos. അപ്പോൾ അതുകൊണ്ട്
ഈ ഒരു ലൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഗോഡിന് ലെറ്റർ എഴുതി. ദൈവത്തിലാണ് വിശ്വാസം, അത് ലെറ്റർ എഴുതിയതും ഗോഡിനാണ്, സാധാരണ മനുഷ്യൻ ചെയ്യുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും അറിവില്ലായ്മയും എന്നൊക്കെ നമുക്ക് പറയാം. കൂടുതൽ അധികം ചിന്താശേഷി ഇല്ലാത്തൊരു മനുഷ്യനാവാം, ചിലപ്പം അറിവുണ്ടായില്ല, ദൈവം മാത്രമാണ് തുണ. അതുകൊണ്ട് ദൈവത്തിനെ മാത്രമേ അറിയുള്ളൂ, വേറെ ആരുമായിട്ടും വലിയ ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനായിരിക്കാം ലെഞ്ചോ. അദ്ദേഹം ഒരു 100 പീസോസിന് വേണ്ടി ദൈവത്തിനോട് ലെറ്റർ വഴി റിക്വസ്റ്റ് ചെയ്യുകയാണ്. പീസോസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് പീസോസ്? പീസോസ് ഈസ് എ മെക്സിക്കൻ കറൻസി. അതൊരു മെക്സിക്കൻ കറൻസിയാണ്. ദ പോസ്റ്റ് മാസ്റ്റർ റീഡ്സ് ലെഞ്ചോസ് ലെറ്റർ. ഇവിടെ പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പോസ്റ്റ് ഓഫീസിലെ ഹെഡ് ഈ ലെറ്റർ വായിക്കാൻ ഇടയായി. ഹി ഡിസൈഡഡ് ടു ഹെൽപ്പ് ലെഞ്ചോ. അദ്ദേഹം ലെഞ്ചോ എന്ന് പറയുന്ന നമ്മുടെ കഥയിലെ നായകനെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിൽ കരുതി. He is able to collect 70 pesos from his colleagues and send a letter to Lenjo with the money. അപ്പോൾ അദ്ദേഹം ഈ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിൻ്റെ കയ്യിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ട് അദ്ദേഹം ഒരു 70 പീസോസ് എടുത്തിട്ട് ലെഞ്ചോയ്ക്ക് അയച്ചു കൊടുത്തു. ലെഞ്ചോ ഗെറ്റ്സ് ആംഗ്രി ഓൺ കൗണ്ടിങ് ദ മണി ആൻഡ് ഫീൽസ് ദാറ്റ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ഹാവ് ടേക്കൺ സം ഓഫ് ദ മണി ഗോഡ് സെൻഡ് ഹിം. പക്ഷേ അദ്ദേഹത്തിന് പോസ്റ്റ് മാസ്റ്റർ കളക്ട് ചെയ്ത ഓൺലി 70 പീസോസെ ഗെറ്റ് ചെയ്തതുകൊണ്ട് അദ്ദേഹം ആംഗ്രിയായി. വാട്ട് ഈസ് ദ റീസൺ? അദ്ദേഹം വിചാരിച്ചത് പോസ്റ്റ് ഓഫീസിലുള്ള ഏതോ വർക്കേഴ്സ് അദ്ദേഹത്തിൻ്റെ 30 പീസോസ് എടുത്തു എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഓക്കെ, സോ ഹി റൈറ്റ്സ് അനദർ ലെറ്റർ ടു ഗോഡ്. പിന്നെയും അദ്ദേഹം ഒരു ലെറ്ററും കൂടെ ദൈവത്തിന് അങ്ങോട്ട് എഴുതി. ദിസ് ടൈം ഹി ആസ്ക് ഗോഡ് ടു സെൻഡ് ഹിം ദ റിമൈനിങ് മണി. എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്? എനിക്ക് റിമൈനിങ് മണിയായ 30 പീസോസ് തരണം. അതൊക്കെ തന്നാലേ എല്ലാം കൂടെ പറക്കി കൂട്ടി എനിക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതാണ് ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ. ഓക്കെ, അപ്പം ബട്ട് നോട്ട് ത്രൂ ദ പോസ്റ്റ് ആസ് ഹി ഡസ് നോട്ട് ഹാവ് ഫെയ്ത്ത് ഇൻ ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ പോസ്റ്റ് ഓഫീസ്. ബട്ട് അദ്ദേഹം ലെറ്ററിൻ്റെ താഴെ ഒരു ഭയങ്കര തമാശ കൂടി എഴുതി വെച്ചു. എന്താ എഴുതിയത്? ദയവായിട്ട് ദൈവമേ, അങ്ങ് ഈ പീസോസൊക്കെ സെൻഡ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പോസ്റ്റ് ഓഫീസ് വഴി സെൻഡ് ചെയ്യേണ്ട, വേറെ ഏതെങ്കിലും മീഡിയ ഉണ്ടെങ്കിൽ ആ വഴി എനിക്ക് സെൻഡ് ചെയ്ത് വെച്ചാൽ മതി. എന്താ കാരണം? എനിക്ക് പോസ്റ്റ് ഓഫീസിലുള്ള ആരെയും വിശ്വാസമല്ല, അവരെല്ലാം കള്ളന്മാരാണെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ലാസ്റ്റിൽ ഇത് കിട്ടുന്ന പോസ്റ്റ് മാസ്റ്റർക്ക് ചിരിക്കണോ കരയണോ എന്നറിയത്തില്ല. ലെഞ്ചോ ഇപ്പോഴും 30 പീസോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അതൊന്നും നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ല. ഈ ഒരു കൊച്ചു ചാപ്റ്ററിൽ ലെഞ്ചോയുടെ ഹോപ്പും അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് കൃഷി നശിച്ചതെന്നും പിന്നെ എങ്ങനെ അദ്ദേഹം ദൈവത്തിലേക്ക് തിരിഞ്ഞുവെന്നും പോസ്റ്റ് മാസ്റ്ററിൻ്റെ റിയാക്ഷൻ, ലെഞ്ചോയുടെ ലെറ്റർ കണ്ടപ്പോൾ വാട്ട് ഈസ് ദ റിയാക്ഷൻ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ, ഇതൊക്കെയാണ് നമ്മുടെ ഈ കഥയിൽ വളരെ രസകരമായിട്ട് GL ഫ്യൂൻഡീസ് അവതരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ പറഞ്ഞു. ഇനി ഞാൻ സമ്മറിയെ ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ, ലെഞ്ചോ വാസ് എ ഫാർമർ ഹൂ ലീവ്ഡ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ പീക്ക്. ക്രസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ക്രസ്റ്റ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ ഹില്ല്, ഒരു ഹില്ലിൻ്റെ മണ്ടയിൽ താമസിക്കുന്ന ഒരു പാവം കർഷകനാണ് ലെഞ്ചോ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പമാണ് താമസിക്കുന്നത്. ഹീ വാസ് ദ ഓൺലി ഹൗസ് ഇൻ ദ എൻറ്റയർ വാലി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്, ഇപ്പം മനസ്സിലായോ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറെ ആരോടും സംസാരിക്കാനില്ലാത്തതും നെയ്ബറുകളുമായിട്ടൊന്നും കോണ്ടാക്റ്റ് ഇല്ലാത്തതും. എൻറ്റയർ ഹില്ലിലും മുഴുവനായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു വീട് മാത്രമേ ഉള്ളൂ. ഹിസ് ഫീൽഡ് വാസ് ഫുൾ ഓഫ് റൈപ്പ് കോൺ ആൻഡ് ഈസിലി വിസിബിൾ ഫ്രം ദ ഹൗസ്. അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ മുഴുവൻ നല്ല കോണുകളാണ്. നല്ല ഭംഗിയുള്ള ഫീൽഡിനകത്ത് കോണുകളുടെ ഫീൽഡാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അവിടെ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്? ആ ഹില്ലിൻ്റെ മുകളിലുള്ള ആ കുഞ്ഞു വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ
ഫീൽഡ് മുഴുവൻ അദ്ദേഹത്തിന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം ഗ്രാമം ഉപേക്ഷിച്ച് ആ ഹില്ലിൽ വന്ന് താമസിക്കുന്നത്. ഹി വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ എ ഗുഡ് റെയിൻ ടു ഹാവ് എ ഗുഡ് ഹാർവസ്റ്റ് സോ ഹി കുഡ് ഏൺ മണി ഫോർ ഹിസ് ഫാമിലി. അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി ഇതൊക്കെ അങ്ങോട്ട് വിളഞ്ഞ് പറിച്ച് വിറ്റ് നല്ല ഒരു കുറേ പണം സമ്പാദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ നന്നായിട്ട് നോക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതാണ് ലെഞ്ചോയുടെ ഹോപ്പ്. നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് ലെഞ്ചോ എവിടെയാണ് താമസിക്കുന്നത്, ലെഞ്ചോ എന്തിനാണ് അവിടെ താമസിക്കുന്നത്. അപ്പം ഈ 2 ക്വസ്റ്റ്യൻ്റെ ഉത്തരവാണ് പറഞ്ഞത്. ലെഞ്ചോ എവിടെയാണ് താമസിക്കുന്നത്? ലെഞ്ചോ ലീവ്ഡ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ വിത്ത് ഹിസ് ഫാമിലി. എന്തിനാണ് താമസിക്കുന്നത്? പറഞ്ഞേ, എന്തിനാണ് താമസിക്കുന്നത്? ഹിസ് ഫീൽഡ് വാസ് ഫുൾ ഓഫ് റൈപ്പ് കോൺ ആൻഡ് ഈസിലി വിസിബിൾ ഫ്രം ദ ഹൗസ്. ഹി വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ ഗുഡ് റെയിൻ ടു ഹാവ് ഗുഡ് ഹാർവസ്റ്റ് സോ ഹി കുഡ് ഏൺ മണി ഫോർ ഹിസ് ഫാമിലി. ഈ 2 ക്വസ്റ്റ്യനും അതിനുള്ള ഉത്തരവും ആദ്യത്തെ പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലെഞ്ചോയുടെ ഹോപ്പും അത് എങ്ങനെ ഡിസ്പെയറായി മാറി എന്ന്. ഡിസ്പെയർ മീൻസ് വിഷമമായി മാറി എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ലെഞ്ചോയ്ക്ക് ഇത്രയും ഹോപ്പ് ഉണ്ടായിരുന്നു, ഇത്രയും വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ വിശ്വാസമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറിപ്പോയി. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് മാറിപ്പോയതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആസ് ലെഞ്ചോ ഹാഡ് എക്സ്പെക്റ്റഡ്. എന്താ എക്സ്പെക്റ്റ് ചെയ്തേ? ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് അറ്റ് ദ ടൈം ഓഫ് സപ്പർ. അപ്പം ഒരു നല്ല മഴയെ അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് കോൺ ഫീൽഡിന് വേണ്ടി അതിൻ്റെ ടൈമിലുള്ള കറക്റ്റ് റൈപ്പിന് വേണ്ടി ഹെൽത്തിക്ക് വേണ്ടി റെയിൻ മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു റെയിനിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നല്ലൊരു റെയിൻ അദ്ദേഹത്തിന് കിട്ടി. അപ്പം റെയിൻ പെയ്യുന്ന സമയത്ത് ദിസ് മെയ്ഡ് ലെഞ്ചോ ഹാപ്പി. ലെഞ്ചോയെ എന്താണ് ഹാപ്പി ആക്കിയത്? സ്റ്റാർട്ടിങ് റെയിൻ, അൺഎക്സ്പെക്റ്റഡ് റെയിൻ ആണ് ലെഞ്ചോയെ ഹാപ്പി ആക്കിയത്. ഹീ വെൻറ്റ് ഔട്ട്സൈഡ് ടു ഫീൽ ദ റെയിൻ ഓൺ ഹിസ് ബോഡി. ദ റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഫ്രം ദ സ്കൈ വെയർ ലൈക്ക് ന്യൂ കോയിൻസ് ഫോർ ലെഞ്ചോ. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലെഞ്ചോയെ, ഈ മഴകളൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നിയത്? അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നിന്നു, മഴ നന്നായിട്ട് പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, വെള്ളത്തുള്ളികൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വീണു. നമ്മളും പോയി നിൽക്കാറില്ലേ മഴ പെയ്യുമ്പം വളരെ ഹാപ്പിയായിട്ട് വാവ് എന്നൊക്കെ പറഞ്ഞ്? അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്തും വെള്ളം വീണു. നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം വീഴുമ്പം വാട്ട് വി തിങ്ക് അബൌട്ട്? വാവ്, നല്ല തണുത്ത വെള്ളം. അതിൽ കൂടുതലൊന്നും സാധാരണ ഇല്ലെങ്കിൽ ഒരു പോയറ്റ് വേറെ എന്തെങ്കിലും ചിന്തിക്കുമായിരിക്കും. പക്ഷെ ലെഞ്ചോ ചിന്തിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ലെഞ്ചോ എന്താ ചിന്തിച്ചത്? ലൈക്ക് ന്യൂ കോയിൻ എന്നാണ് ചിന്തിച്ചത്. ഓരോ റെയിൻ ഡ്രോപ്സുകളും ഓരോ പുതിയ കോയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഹവർ സഡൻലി സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലൂ. അപ്പോൾ എന്ത് ചെയ്ത്? തൊട്ടു പുറവേ നല്ല വലിയ മഴ പെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം മഴ പെയ്യാൻ തുടങ്ങിയപ്പം മഴയുടെ കൂടെ ഹെയിൽ സ്റ്റോൺ സ്റ്റാർട്ടഡ് ടു ഫോൾ. ഹെയിൽ സ്റ്റോണും വീഴാൻ തുടങ്ങി. ദ സ്റ്റോം കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് ആൻ അവർ ആൻഡ് കോൺഫീൽഡ് വെയർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. അപ്പോൾ എന്തു പറ്റി? ഈ ഹെയിൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരുപാട് നേരം വീണാൽ ആ സ്ഥലത്തുള്ള ഫീൽഡ് മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ സ്ഥലത്തുള്ള ഫീൽഡ് മുഴുവൻ നശിച്ചു പോകുമ്പം എന്തു പറ്റും? ലെഞ്ചോയുടെ ഫീൽഡ് ഒരു ഉപ്പുപാടം പോലെ ആയിപ്പോയി എന്നാണ് പാവം പറയുന്നത്. ഉപ്പ് നമ്മൾ തറയിലേക്ക് വീണാൽ എങ്ങനെ കിടക്കുന്നത്, അതുപോലെ ഹെയിൽ സ്റ്റോൺ വീണ് നിറഞ്ഞു പോയി. ദ ഫീൽഡ് നൗ വാസ് കവേർഡ് വിത്ത് സ്നോ ലൈക്ക് എ ലെയർ ഓഫ് വൈറ്റ് സാൾട്ട്. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ലെഞ്ചോസ് ഫെയിം ബിലീവ്സ് ഇൻ ഗോഡ്. അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളും അങ്ങനല്ലേ, എല്ലാം നഷ്ടപ്പെട്ട് ആരോടും പറയാനില്ലാത്തപ്പോൾ നമ്മൾ ദൈവത്തിനോട് പോയി പ്രാർത്ഥിക്കും. അതുപോലെ ത്രൂ ലെഞ്ചോ വാസ് എ പുവർ ഫാർമർ ആൻഡ് ഹാഡ് ലോസ്റ്റ് ഓൾ ഹിസ് ക്രോപ്സ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ക്രോപ്സും ലോസ്റ്റ് ആയിപ്പോയി. ഹി ഹാഡ് ഫെയ്ത്ത് ഇൻ ദ ഗോഡ്. അദ്ദേഹം ഗോഡിലേക്ക് തിരിഞ്ഞു. ഓക്കെ, he found in God his last hope and decided to write a letter to God for help. അദ്ദേഹം ഹെൽപ്പിന് വേണ്ടി റൈറ്റ് എ ലെറ്റർ ടു
ഗോഡിൻ്റെ അടുത്തേക്ക് ഒരു ലെറ്റർ അയച്ചു. ഹി ആസ്ക്ഡ് ഗോഡ് ടു സെൻഡ് ഹിം 100 പീസോസ്. അപ്പോൾ എന്താണ് അദ്ദേഹം അയച്ചത്? എന്താണ്? എനിക്ക് ഒരു 100 പീസോസ് വേണം. ഈ പീസോസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പീസോസ് എന്ന് പറയുന്നത് കറൻസിയാണ്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന കറൻസി ഓഫ് സെവറൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. സെവറൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിലുണ്ട്. ബിക്കോസ് നമ്മുടെ കഥാകാരൻ മീൻസ് റൈറ്റർ, നമ്മുടെ റൈറ്റർ ആരാണ്? മെക്സിക്കൻ റൈറ്ററാണ്. ഗ്രിഗോറിയോ ലോപ്പസ് മെക്സിക്കൻ റൈറ്ററാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ അതിനെ മെക്സിക്കൻ കറൻസിയാണ്. പിസോ എന്ന് പറയുന്നത് മെക്സിക്കൻ കറൻസിയാണ്. മനസ്സിലായേ? അപ്പം ഹി ആസ്ക്ഡ് ഗോഡ് ടു സെൻഡ് ഹിം 100 പീസോ ടു that he could sow his field again and support his family until the new crops were harvested. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? എന്തായാലും എല്ലാ ക്രോപ്സും ഡിസ്ട്രോയ് ആയിപ്പോയി. ഐ വോണ്ട് ടു മേക്ക് എ ന്യൂ ഫീൽഡ്. എനിക്കൊരു ന്യൂ ഫീൽഡ് ഉണ്ടാക്കണം. കൂടാതെ ഐ വോണ്ട് ടു സപ്പോർട്ട് മൈ ഫാമിലി. എനിക്ക് എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. എപ്പോൾ വരെ? അണ്ടിൽ ദ ന്യൂ ക്രോപ്സ് വെയർ ഹാർവസ്റ്റഡ്. പുതിയ ക്രോപ്സ് ഹാർവസ്റ്റ് ചെയ്ത് മണി കിട്ടുന്നത് വരെ. ഐ വോണ്ട് ടു സപ്പോർട്ട് മൈ ഫാമിലി. ഐ വോണ്ട് ടു സോ ന്യൂ ഫീൽഡ്. അതിനുവേണ്ടി അദ്ദേഹം ദൈവത്തിനോട് 100 പീസോസ് ചോദിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അദ്ദേഹം ചെയ്തത്, എങ്ങനെയാണ് അദ്ദേഹം ദൈവത്തിന് കത്തെഴുതിയതെന്നാണ്. ദ പോസ്റ്റ് മാസ്റ്റർ റിയാക്ഷൻ. ആ പോസ്റ്റ് മാസ്റ്ററിൻ്റെ റിയാക്ഷനൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻ ദ പോസ്റ്റ് ഓഫീസ്. ഇനി നെക്സ്റ്റ് സീൻ പോസ്റ്റ് ഓഫീസാണ്. ദ പോസ്റ്റ്മാൻ ഫൗണ്ട് ദ ലെഞ്ചോസ് ലെറ്റർ ആൻഡ് ലാഫ്ഡ് ആഫ്റ്റർ സീയിങ് ദ അഡ്രസ് ഓൺ ഇറ്റ്. നമ്മളൊരു പോസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി അത് ടേക്ക് ചെയ്യുന്നത് പോസ്റ്റ്മാൻ ആണ്. അപ്പോൾ പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? പോസ്റ്റ്മാൻ അതിൻ്റെ ഫ്രം അഡ്രസ്സ് വായിച്ചു. ഓക്കെ, ടു അഡ്രസ്സ് നോക്കിയപ്പം ഇറ്റ്സ് വെരി റെയർ ആയിട്ടുള്ളൊരു അഡ്രസ്സ് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം അത് വീണ്ടും ശ്രദ്ധിച്ചു. ഹീ ടുക്ക് ദ ലെറ്റർ ടു ദ പോസ്റ്റ് മാസ്റ്റർ. അദ്ദേഹം അത് അവിടുത്തെ ഹെഡായ പോസ്റ്റ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് കൊടുത്തു. ദ പോസ്റ്റ് മാസ്റ്റർ വാസ് കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി പേഴ്സൺ. ആസ് ദ പോസ്റ്റ് മാസ്റ്റർ റീഡ് ദ ലെറ്റർ ഹി റിയലൈസ്ഡ് ദാറ്റ് ദ സെൻഡർ ഹാഡ് എ ട്രൂ ബിലീഫ്സ് ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അപ്പോൾ എന്തു പറ്റി? അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്? ഇദ്ദേഹം നന്നായിട്ട് ദൈവത്തെ വിശ്വസിക്കുകയും ബിലീവ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. സോ ഹി ഡിസൈഡഡ് ടു ഹെൽപ്പ് സെൻഡർ. ഈ സെൻഡറിനെ എനിക്ക് എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതാണ് പോസ്റ്റ് ഓഫീസും പോസ്റ്റ് മാസ്റ്ററിൻ്റെയും പിക്ചർ. പോസ്റ്റ്മാൻ പോസ്റ്റ് മാസ്റ്ററിൻ്റെ കയ്യിൽ അത് കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കേണ്ടത് The postmaster requested his employees and friends to give some money. പോസ്റ്റ് മാസ്റ്റർ എന്താ ചെയ്തത്? എനിക്ക് ലഞ്ചോയെ സഹായിക്കണം. സോ പ്ലീസ് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഓൾ എംപ്ലോയീസും എനിക്ക് ലഞ്ചോയെ സഹായിക്കാൻ വേണ്ടിയുള്ള മണി കുറച്ച് തരണം. ഹി ആൾസോ ഗീവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി. ബട്ട് പോസ്റ്റ് മാസ്റ്റർ എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ആ മാസത്തെ സാലറിയുടെ ഒരു പാർട്ട് തന്നെ ലഞ്ചോയ്ക്ക് വേണ്ടിയിട്ട്. ബട്ട് ഹി ഫെയിൽഡ് ടു കളക്ട് 100 പീസോസ്. നമുക്കറിയാം ഈ പീസോസ് എന്ന് പറയുന്ന അത്ര ചെറിയ വാല്യൂ അല്ല. അപ്പോൾ ഒരു 100 പീസോ ലഞ്ചോ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ മുഴുവൻ ഒരു വർഷത്തേക്ക് നോക്കാനും അദ്ദേഹത്തിൻ്റെ ഫീൽഡ് മുഴുവൻ സോ ചെയ്യാനും ക്ലീനാക്കാനും ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഭക്ഷണം കഴിച്ച് പ്രശ്നമില്ലാതെ ജീവിക്കാൻ. അപ്പം നമുക്കറിയാമേ, നമ്മൾ തിങ്ക് ചെയ്താൽ മതി ആ 100 പീസോസിൻ്റെ വാല്യൂ എത്രയാണെന്ന്. ഹി ആൾസോ ഗീവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി ബട്ട് ഹി ഫെയിൽഡ് കളക്ട് 100 പീസോസ് ആൻഡ് കളക്ട് ഓൺലി 70 പീസോസ്. പോസ്റ്റ് മാസ്റ്റർക്ക് 70 പീസോസേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹി ദെൻ പുട്ട് ദ മണി ഇൻ ടു ദ എൻവലപ്പ് ആൻഡ് സൈൻഡ് ഇറ്റ് ആസ് എ ഗോഡ്. പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? അത് ദൈവത്തിൻ്റെ സൈനൊക്കെ ഇട്ട് ദൈവം കൊടുത്തത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അയച്ചു. ഇനി അടുത്തത് ലഞ്ചോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ലഞ്ചോ ഈ മണി റിസീവ് ചെയ്തത് എവിടെയാണ്, എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്താണ്? നെക്സ്റ്റ് സൺഡേ അദ്ദേഹം അയച്ചു കഴിഞ്ഞു. പോസ്റ്റ് മാസ്റ്ററിന് കിട്ടി. പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? കളക്ട് ഓൾ ദ മണീസ്. നോട്ട് ഇൻ ഓൾ ദ മണീസ്, ഓൺലി 70 പീസോസ്. 30 പീസോസ് ഈസ് ലെഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സൺഡേ ലഞ്ചോ എഗെയിൻ വിസിറ്റ് ടു ദ
പോസ്റ്റ് ഓഫീസ് ആൻഡ് ഗോട്ട് ഹിസ് ലെറ്റർ. നെക്സ്റ്റ് സൺഡേയിൽ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കവർ കിട്ടി. ഇനിഷ്യലി ഫസ്റ്റ്ലി ഹീ ബിക്കം ഹാപ്പി ടു സീ ദ മണി, ബട്ട് ആഫ്റ്റർ കൗണ്ടിങ് ദ മണി ഹീ ബിക്കം ആംഗ്രി. ഫസ്റ്റ് ടൈം അദ്ദേഹത്തിന് മണിയും ലെറ്ററും ഒക്കെ കണ്ടപ്പം വാവ്, എൻ്റെ ദൈവം എന്നെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു ഹീ ഈസ് വെരി ഹാപ്പിയായി. പിന്നെ മണി കണ്ടപ്പം അതിലും ഹാപ്പിയായി. ബട്ട് ആഫ്റ്റർ കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പം അദ്ദേഹം ആംഗ്രി ആവുക ചെയ്തത്. ഇറ്റ് വാസ് 70 പീസോസ് വൈൽ ഹി ഹാഡ് ആസ്ഡ് ഫോർ 100 പീസോസ്. ഞാൻ 100 പീസോസ് ചോദിച്ചപ്പം ഗോഡ് എനിക്ക് ഓൺലി 70 പീസോസ് ആണ് തന്നത്. ഇനി നമ്മൾ എന്താണ് ഇതിന് മറുപടിയായിട്ട് ലഞ്ചോ ചെയ്തത് എന്ന് നമുക്ക് ആലോചിക്കാം. ലെഞ്ചോ ബിലീവ്ഡ് ദാറ്റ് ഗോഡ് കുഡ് നോട്ട് മേക്ക് മിസ്റ്റേക്ക്. ഇതിനകത്ത് ലെഞ്ചോ എന്ന കഥാപാത്രത്തെ ആദ്യം തൊട്ട് നമ്മൾ പറയുകയാണ് ഭയങ്കര ഫെയ്ത്താണ് ദൈവത്തിൽ. അപ്പോൾ അദ്ദേഹം ദൈവത്തിൽ അന്ധമായിട്ട് ബ്ലൈൻഡ് ബിലീവ്സ് ഇൻ ഗോഡ്സ് ആണ്. അപ്പോൾ ദൈവം ഒരിക്കലും തെറ്റ് വരുത്തത്തില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ലെഞ്ചോ ബിലീവ് ദാറ്റ്, അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ, ലെഞ്ചോ ബിലീവ്ഡ് ദാറ്റ് ഗോഡ് കുഡ് നോട്ട് മേക്ക് എ മിസ്റ്റേക്ക്, സോ ഹി റോട്ട് എ ലെറ്റർ എഗൈൻ. ഓക്കെ, ആഫ്റ്റർ റൈറ്റിംഗ് ഹിസ് ലെറ്റർ ലെഞ്ചോ എഗെയിൻ പോസ്റ്റഡ് ഇറ്റ്. അപ്പം ലെഞ്ചോ ലെറ്റർ എഴുതി എഗെയിൻ വീണ്ടും പോസ്റ്റ് ചെയ്തു. ഇറ്റ് സൂൺ ആസ് ഹിസ് ലെഫ്റ്റ്. ആസ് സൂൺ ആസ് ഹിസ് ലെഫ്റ്റ് ഹി പോസ്റ്റ് മാസ്റ്റർ ടുക്ക് ഔട്ട് ഹിസ് ലെറ്റർ ആൻഡ് റീഡ് ഇറ്റ്. പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഇടുകയും ചെയ്തു. ലെറ്റർ പോസ്റ്റ്മാൻ എടുക്കുകയും ചെയ്തു. പോസ്റ്റ് മാസ്റ്ററുടെ കയ്യിൽ അത് പാസ് ചെയ്തു. അദ്ദേഹം അത് വായിച്ചു. എന്താണ് വായിച്ചത്? ഇപ്പം പോസ്റ്റ് മാസ്റ്ററിൻ്റെയും പോസ്റ്റ്മാൻ്റെയും അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇൻ ദിസ് ലെറ്റർ ലെഞ്ചോ ഹാഡ് റിട്ടൺ ദാറ്റ് ഹി ഹാഡ് റിസീവ്ഡ് ഓൺലി 70 pesos and requested the god to send the remaining money. I want the remaining money, which how much? 30 pesos. എനിക്ക് 30 pesos എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ ദൈവമേ, എനിക്ക് 70 കിട്ടിയുള്ളൂ. ഈ ഏതോ കള്ളന്മാരെൻ്റെ 70 പീസോസ് എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഹി ആൾസോ റിക്വസ്റ്റ്, അതിൻ്റെ താഴെ അദ്ദേഹം റിമാർക്ക് എന്നുള്ള രീതിയിൽ എഴുതിയിരുന്നതാണ്. ഹി ആൾസോ റിക്വസ്റ്റഡ് ദ ഗോഡ് നോട്ട് ടു സെൻഡ് ദ മണി ത്രൂ ദ പോസ്റ്റ്. ദൈവത്തെ ഓർത്ത് എനിക്ക് ഈ പോസ്റ്റ് ഓഫീസ് വഴി ഇനി മണി അയക്കരുത്. എന്താ കാരണം? ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് വേറെ ബഞ്ച് ഓഫ് ക്രൂക്കഡ്. എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബഞ്ച് ഓഫ് ക്രൂക്കഡ്? ബഞ്ച് ഓഫ് ക്രൂക്കഡ് എന്ന് വെച്ചാൽ അതിൻ്റെ സിംഗിൾ വേർഡ്സ് ഡിസ്ഹോണസ്റ്റ് പേഴ്സൺ എന്നാണ് കേട്ടോ. അപ്പം അവർ പറഞ്ഞ ഈ പോസ്റ്റ് ഓഫീസിലുള്ളവരെല്ലാം ഡിസ്ഹോണസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കിനി ഇവർ വഴി എനിക്ക് കത്ത് അയക്കണ്ട, അല്ലെങ്കിൽ പൈസ അയക്കണ്ട. വേറെ ഏതെങ്കിലും ദൈവമല്ലേ, ചിലപ്പോൾ മാലാഖയായിട്ട് വരാം, ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കഥയിൽ ചിന്തിക്കുന്നത്. അതുപോലെ പാവം ലെഞ്ചോയും ചിന്തിച്ചു. അങ്ങനെ ഹൂ മൈറ്റ് ഹാവ് സ്റ്റോളൻ ഹിസ് മണി. അവരെങ്ങാണ് മോഷ്ടിച്ചുകൊണ്ട് പോയാലോ, ആ 30 എനിക്ക് വേറൊരു വഴിയിൽ അയച്ചു തന്നാൽ മതി എന്നാണ് ആ കത്തിൽ ലെഞ്ചോ എഴുതിയിരുന്നത്. ഇത് വായിക്കുന്നത് ആരാണ്? നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ. അപ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ നന്നായിട്ട് മലയാളത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. അതിൽ ഞാൻ ഉപയോഗിച്ച ഇംഗ്ലീഷ് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളും സിംപ്ലിഫൈ ചെയ്തുകൊണ്ടുള്ള ഇംഗ്ലീഷാണ് അതിനകത്ത് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആ പറഞ്ഞ വാക്കുകൾ ചെറിയ കഥ രൂപത്തിൽ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വയ്ക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ വേർഡ് മീനിങ്, NCERT ഫോൾഡറിൻ്റെ ബുക്ക് വർക്ക്, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം പാർട്ട് 2വിനകത്ത്, ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2വിനകത്ത് നിങ്ങൾക്ക് ചെയ്തു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാ മക്കളുടെ കൂടെ ഈ ഒരു വർഷം മുഴുവൻ മന്ന എഡ്യൂക്കേഷൻ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരിക്കും. ബൈ. താങ്ക് യു.